Assalamualaikum, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് ഈ ഒരു മൊബൈൽ സ്റ്റാൻഡിൻ്റെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എസ്പെഷ്യലി എല്ലാ പാരൻസിനും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. കാരണം ഇപ്പോൾ നമ്മളുടെ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പോൾ ഫോണ് നമുക്ക് ഈസി ആയിട്ട് ചാരി വെച്ചിട്ട് കുട്ടികൾക്ക് ക്ലാസ് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റാൻഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഒരു രൂപ പോലും ചിലവില്ലാതെ എക്സ്ട്രാ എടുക്കാതെ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കിതുപോലെ കട്ടിയുള്ളൊരു കാർഡ്ബോർഡ് ബോക്സ് വേണം. കാരണം കട്ടിയുള്ളത് തന്നെ വേണം, അത് നമ്മൾ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്നതല്ല, അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കണം. പിന്നെ നമുക്കിതൊരു 4 പീസസ് ആയിട്ട് ഡിഫറെൻറ്റ് സെൻറ്റിമീറ്റേഴ്സിൽ 4 പീസസ് 4 ചതുരത്തിൽ നമുക്കത് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാനതിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ 4 ചതുരങ്ങളും നമുക്ക് ഈ ഒരു സെൻറ്റിമീറ്റേഴ്സിൽ മുറിച്ചെടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ ഈ 17 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്ററിൻ്റെ ഈ ഒരു പീസ് ഈ വലിയ പീസിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒട്ടിക്കണം. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ മൊത്തം ഒരു പേപ്പർ കൊണ്ട് കവർ ചെയ്തെടുക്കണം. നല്ല കട്ടിയുള്ള ഇതുപോലത്തെ പേപ്പർ തന്നെ യൂസ് ചെയ്യുക. ഇതുപോലത്തെ പേപ്പർ തന്നെ യൂസ് ചെയ്യാമെന്ന് പറയാൻ കാരണം കുട്ടികളാണ് ഇത് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ ഇത് എത്രത്തോളം സേഫ് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കട്ടിയുള്ള നല്ല സെക്യൂർ ആയിട്ടുള്ള പേപ്പർ കൊണ്ട് ഇത് മൊത്തം കവർ ചെയ്തെടുക്കുക. ഈ ഒരു അടിഭാഗത്ത് വരുന്ന ഈ ഒരു പോർഷനൊക്കെ നല്ല പെർഫെക്ഷനിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ മടക്കിയെടുക്കുക. ആ ഒരു ഭാഗത്തിന് നല്ല അത്യാവശ്യം പെർഫെക്ഷനിൽ തന്നെ മടക്കിയെടുക്കുക. ഇനി ഈ ഒരു പീസ്, അതായത് 16-9 സെൻറ്റിമീറ്ററിലുള്ള ഈ ഒരു പീസ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ 5 സെൻറ്റിമീറ്റർ വിട്ടിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക. നമ്മൾ ഈ ഒരു ഭാഗത്താണ് ഫോണ് ചാരി വെക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടിക്കുന്നതിന് മുന്നേ നമ്മളുടെ ഫോണ് എത്ര ഡിസ്റ്റൻസിൽ ഇരിക്കണം അല്ലെങ്കിൽ എത്ര ചെരിവിൽ ഇരിക്കണം എന്നൊക്കെ ഫസ്റ്റ് നോക്കി മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് അതിന് ശേഷം ആ ഒരു പേപ്പറിൻ്റെ മുകളിലും ആ ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിലും നമ്മൾ ഇതുപോലെ പേപ്പർ ഒട്ടിക്കുക. അതിനുശേഷം നമ്മൾ ഇത് ആ ഒരു അടിയിലത്തെ ബേസ് ആയിട്ടുള്ള ആ ഒരു പീസിൻ്റെ മുകളിൽ നമ്മളിത് ഫിക്സ് ചെയ്തെടുക്കുക, ഒട്ടിച്ചെടുക്കുക. ഇനി ലാസ്റ്റത്തെ ചെറിയ പീസ് എടുത്തിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫോണ് എത്രത്തോളം ബാക്കിലോട്ട് ചെരിഞ്ഞിരിക്കണം എന്നതിനനുസരിച്ചിട്ടാണ് നമ്മളിത് ചെരിച്ച് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അതിൻ്റെ ആ ഒരു ലെവലിൽ ശരിയാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ചെറിയ പീസ് നടുവിലൊന്ന് മടക്കി കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മളുടെ മൊബൈൽ സ്റ്റാൻഡ്, കുട്ടികൾക്കുള്ള മൊബൈൽ സ്റ്റാൻഡ് റെഡിയാക്കി കഴിഞ്ഞ്. അപ്പോൾ ഇത് വളരെ ഈസിയാണ്, ഏതൊരു ആൾക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മൊബൈൽ സ്റ്റാൻഡ് ആണ്. കുട്ടികൾക്ക് വേണമെങ്കിൽ പോലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇരിക്കും കാർഡ്ബോർഡ് ഉപയോഗിച്ച കാരണം. പിന്നെ ഈ ഒരു ഗ്യാപ്പ് നമുക്ക് ഇഷ്ടം ഉള്ളതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളുടെ ഫോണോ ടാബോ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വ്യത്യാസപ്പെടുത്താം. ഈ ഒരു ഇപ്പം ഞാൻ പറഞ്ഞ ഈ സൈസിലൊന്നും എടുക്കണമെന്നില്ല. കാരണം നിങ്ങൾക്ക് ഇതിനേക്കാൾ വലുത് വേണമെങ്കിൽ ആ ഒരു സൈസ് നിങ്ങൾക്ക് കൂട്ടിയിട്ടൊക്കെ എടുക്കാവുന്നതാണ്.